ഹായ് മച്ചന്മാരെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അഞ്ചുരുളി ടണൽ കാണാൻ വേണ്ടിയിട്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രദേശവാസികൾ കുറേ കടകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ലേഡീസിനൊക്കെ ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ടും കാര്യങ്ങൾക്കും ഇവിടെ നല്ല അടിപൊളി ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ്, വലിയൊരു കോംപ്ലക്സ് തന്നെ പണിതിട്ടുണ്ട്. സഞ്ചാരികളായിട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ വളരെയധികം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യണം. ഇവിടെ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. ഇവിടേക്ക് വലിയ വാഹനങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായൊരു കാര്യം. കാരണം 34 സീറ്റ് വരെ ഉള്ള വാഹനങ്ങൾ ഇവിടെ തിരിക്കാൻ സൗകര്യമുണ്ട്. വലിയ വാഹനങ്ങൾ കൊണ്ടുവന്നാൽ ഇവിടെ തിരിക്കാൻ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. വാഹനം പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 50 മീറ്റർ നമ്മൾ നടന്നാൽ മാത്രമേ നമുക്ക് ടണലിൻ്റെ എൻട്രൻസിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികളെയും വലിയ പ്രായമായ ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നവർ പ്രത്യേകം അവരെ ഒന്ന് കെയർ ചെയ്ത് വേണം ഇതുവഴി അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ ഏരിയയിൽ പ്രത്യേക സുരക്ഷാ ഗാർഡുകളും ആരും ഇല്ലാത്തതിനാൽ സ്വന്തം റിസ്കിൽ വേണം ഇവിടെ ഈ ഏരിയയിൽ നമ്മൾ ഇറങ്ങാനായിട്ട്. അപ്പം നമ്മുടെ സുരക്ഷ നമ്മളത് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഇവിടെ എല്ലാവരും ഇറങ്ങാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പം നിലവിൽ ഇത്തിരി വെള്ളമൊഴുക്ക് കുറവുണ്ട്. അപ്പം മഴക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാനായിട്ട് അനുവദനീയമല്ല. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാനും കാര്യങ്ങൾക്കും ഫോട്ടോസ് എടുക്കാനൊക്കെ നമുക്ക് അവസരമുണ്ട്. അപ്പം വരുന്ന എല്ലാവരും മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും അവരവരുടെ സുരക്ഷ മുൻകൂട്ടി കണ്ട് മാത്രമേ ഇവിടെ ഇറങ്ങുകയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പോകാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പം ടണലിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ടണലിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഒന്ന് കയറി നോക്കാം. ചെറുതായിട്ട് വെള്ളമൊഴുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഫുൾ സൈലൻ്റ് ആണ് കേട്ടോ, ഫുൾ സൈലൻ്റ്, അടിപൊളി ഒരു വൈബ് ഏരിയയാണ്. അപ്പോൾ ഇത് ഫുള്ളും പാറ തുരന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു തുരങ്കമാണ്. ഒരു മലയുടെ അടിവാരത്തുകൂടിയാണ് ഇത് ഫുള്ളും തുരന്നെടുത്തിരിക്കുന്നത്. ഏകദേശം 5.5 കിലോമീറ്റർ നീളത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കവാടം നമുക്ക് നല്ല വ്യക്തമായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ നേരെ താഴത്തായിട്ടൊരു ഡാമുണ്ട്. തുരങ്കത്തിൽ കൂടി എത്തുന്ന ഈ വെള്ളം തുരങ്കത്തിന് തൊട്ട് താഴത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഡാമിൽ ശേഖരിച്ച് ആ ഡാമിൽ നിന്നും ഇടുക്കി അണക്കെട്ടിലേക്കാണ് ഈ വെള്ളം മൊത്തം എത്തിച്ചേരുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മുഴുവനായിട്ടും ഈ ഹൈ റേഞ്ച് ഏരിയയിൽ നിന്നും ഇടുക്കിയിലേക്കാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആഴം കുറവാണെന്ന് കരുതി ആരും ഈ ഡാമിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക പോലും ചെയ്യരുത് കേട്ടോ. ഈ പ്രദേശങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാ സ്ഥലങ്ങളും അത്യാവശ്യം ചുറ്റിക്കറങ്ങി കണ്ടു പോകാറായപ്പോഴത്തേക്കും കുറേ സഞ്ചാരികൾ വരുന്നുണ്ടായിരുന്നു. അഞ്ചുരുളി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ കമൻറ്റ് കൂടി ഒന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ